സംഭവം ഇത്രയേ ഉള്ളൂ. യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് സൗത്ത് ഇന്ത്യ, അതായത് ഇന്ത്യ വിഭജിക്കാൻ പോകുന്നു. ഇന്ത്യ വിഭജിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേന്ദ്രം നമ്മുടെ കേരളത്തിന് അതുപോലെ തമിഴ്നാടിന് കൊടുക്കുന്ന ഡിവിഡൻഡ് മീൻസ് ഇപ്പോൾ ടാക്സ് ഇനത്തിൽ കൊടുക്കുന്ന വരുമാനം, ഇപ്പോൾ നമ്മൾ 100 രൂപ ടാക്സ് കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ച് റിട്ടേൺ പണം കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ കേന്ദ്രം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇതിനിടയിൽ വേറൊരു പ്ലാൻ കൂടെ നടക്കുന്നുണ്ട്. ഈ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് സൗത്ത് ഇന്ത്യ, അതായത് ദ്രാവിഡ നാട്, ഈ 6 സംസ്ഥാനങ്ങൾ കൂടി ചേർന്നുകൊണ്ട് ചെയ്യുന്ന ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാവേരി പ്രശ്നം എന്ന് പറഞ്ഞ് തമിഴ്നാടിനെയും കർണാടകയെയും തമ്മിൽ തല്ലിച്ചുകൊണ്ട് ഇവർ നിർത്തുന്നത്. അതുപോലെ തന്നെ കേരളത്തിനും തമിഴ്നാടിനെയും തല്ലി പിച്ച് നിർത്തേണ്ട മെയിൻ കാരണം ഇത്രയേ ഉള്ളൂ, മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ വെള്ളത്തിൻ്റെ പ്രശ്നം പറഞ്ഞിട്ട് നമ്മളെ തമ്മിൽ തല്ലിച്ചുകൊണ്ട് നിർത്തേണ്ട മെയിൻ കാരണം എന്ന് പറഞ്ഞ് ഈ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് സൗത്ത് ഇന്ത്യ രൂപീകൃതമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ സ്പീഡിലാണ് ഞാൻ പറയുന്നത്, അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടാൽ ഒന്നേ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ ഒന്നുകൂടെ കേൾക്കേണ്ടി വരും. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഈ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് സൗത്ത് ഇന്ത്യ രൂപീകൃതമാവാതിരിക്കാൻ ഈ കേന്ദ്രത്തിൽ നിന്ന് പല പ്രശ്നവും നടക്കുന്നുണ്ട്. ഈ ഒരു പ്രശ്നത്തിൻ്റെ ഫലമായിട്ടാണ് മുല്ലപ്പെരിയാറും കാവേരിയെയും ഞാൻ കാണുന്നത്. നിങ്ങളെങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല. ഇതുകൊണ്ട് എന്ത് സംഭവിക്കും? ഒരു കാരണവശാലും ഇവർ ഒന്നു ചേർന്നുകൊണ്ട്, അതായത് തമിഴ്നാടും കർണാടകവും കേരളവും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരിക്കലും യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് സൗത്ത് ഇന്ത്യ രൂപീകൃതമാവാൻ പാടില്ല എന്ന് മുകളിലുള്ള ആളുകൾ ചിന്തിക്കുന്നുണ്ട്. ആ ചിന്തയുടെ ഫലമായിട്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളെല്ലാ പത്രവാർത്തകളും എല്ലാം കാണുമ്പോൾ നമ്മൾ ആ ഒരു വ്യൂ പോയിന്റിൽ കൂടെ ഇനി നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ സാധിക്കും. ഞാൻ ചെറിയൊരു ഇൻഫർമേഷൻ മാത്രമാണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളിലൂടെ. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക, ഇങ്ങനൊരു സംഭവമുണ്ട് എന്ന്. അപ്പോൾ കുട്ടികളായാലും എല്ലാവരും ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഒന്ന് തയ്യാറാവും. ഇതിനെക്കുറിച്ച് അധികമായിട്ട് പഠിക്കുക. എനിക്ക് കിട്ടിയ ഞാൻ പറഞ്ഞ ഇൻഫർമേഷനെ കൂടുതൽ